ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ 4 വർഷം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഈ 4ാം വാർഷിക ആഘോഷം അത് ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കുറിപ്പൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഈ 4 വർഷം കൊണ്ട് എന്തൊക്കെ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തു, ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ ഇന്നലെ വൈകുന്നേരമൊക്കെ പുറത്തിറങ്ങിയ കുറിപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത്, ഇന്നിപ്പോൾ ഈ വാർഷികാഘോഷം ആരംഭിക്കുകയാണല്ലോ, കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യമൊക്കെ വിശദമായി പരിശോധിക്കാം. ആഘോഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി ഇന്നിപ്പോൾ കാസർഗോഡ് കാലിക്കടവ് മൈതാനിയിലാണ് നിർവഹിക്കുക. മെയ് 30 വരെ ഈ വാർഷികാഘോഷ പരിപാടികൾ തുടരും. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനവും ഇന്നിപ്പോൾ നടക്കും. സരീഷ് പിക്കുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം. സരീഷ്, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ CMന്റെ പ്രത്യേക സംവാദവും ഒക്കെ നടക്കുന്നുണ്ട്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞല്ലോ അല്ലേ? സേതു, ഗുഡ് മോർണിംഗ്. കൃത്യമായ ഒരുക്കങ്ങൾ അത് എല്ലാ ഘട്ടത്തിലും കഴിഞ്ഞ 1.5 മാസമായി സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ ചേരുകയും മന്ത്രി AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ തന്നെ വിവിധ യോഗങ്ങൾ വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ആകെ ഫലമാണ് ഇന്ന് കാസർഗോഡ് കാണാൻ പോകുന്നത്. അടുത്ത 7 ദിവസം കൃത്യമായി കാസർഗോഡിൽ എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ഉണ്ടായിരുന്നത് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. ഇന്ന് പ്രധാനമായും 3 പരിപാടികളാണ് നടക്കുന്നത്. അത് ഒന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികം, 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനവുമാണ് കാലിക്കടവിൽ നടക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം മന്ത്രി K രാജൻ അധ്യക്ഷത വഹിക്കും. എല്ലാ മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ജനപ്രതിനിധികളും ഒപ്പം തന്നെ വിവിധ സാമൂഹിക മേഖലയിലുള്ള വിവിധ ആളുകളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം നടക്കുന്നത്. അതിൽ 500ഓളം പേർ പങ്കെടുക്കും. അത് ബേക്കലിലാണ് നടക്കുന്നത്. അതായത് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിലാണ് ആ പരിപാടി നടക്കുന്നത്. കൃത്യമായി കഴിഞ്ഞ 2 പിണറായി സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷങ്ങൾ അതെങ്ങനെയായിരുന്നു, എത്രത്തോളം ആളുകളിലേക്ക് ജനകീയമായ പദ്ധതികൾ എത്തിച്ചിട്ടുണ്ട്, ഇനി എന്തൊക്കെ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളുമായി സംവദിക്കുക എന്നുള്ളതാണ് ഈ മുഖാമുഖത്തിൻ്റെ ലക്ഷ്യം. ആ പരിപാടിയാണ് 11 മണിക്ക് ബേക്കൽ ക്ലബ്ബിൽ നടക്കുക. ഈ 3 പരിപാടികളാണ് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്തായാലും ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കുന്നത് 4ാം വാർഷികം ഏതെങ്കിലും രീതിയിൽ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, അതോടൊപ്പം തന്നെ ഏതെങ്കിലും പുതിയ പദ്ധതികളുടെ നടപ്പാക്കൽ കാസർഗോഡ് നിന്ന് ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ പ്രദർശന വിപണന മേള തന്നെയാണ് എല്ലാ ജില്ലകളിലെയും പ്രധാന ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ 4 വർഷം എന്തായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഓരോ വകുപ്പുകളിലും നടന്നത്, അതോടൊപ്പം ജനങ്ങൾക്ക് ഏത് രീതിയിലാണോ ഓരോ വകുപ്പിലെയും പദ്ധതികൾ നടപ്പിലാക്കേണ്ടത്, അവർക്കുള്ള സഹായങ്ങൾ എന്താണോ വേണ്ടത്, അതെല്ലാം തന്നെ ഈ പ്രദർശന വിപണന മേളയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള വലിയ സ്റ്റാളുകൾ ഈ വിപണന മേളയുടെ ഭാഗമായി ഉണ്ട്. കാരണം കുടുംബശ്രീ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം, അത് 1ാം പിണറായി സർക്കാരാവട്ടെ 2ാം പിണറായി സർക്കാരാവട്ടെ, കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള സഹായം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതൊക്കെ രീതിയിൽ കുടുംബശ്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക കൂടിയാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ, പ്രാദേശികമായി നിൽക്കേണ്ട ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൂടി ആ വിപണന മേളയ്ക്കുണ്ട്. എന്തായാലും അതിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് നിർവഹിക്കുന്നത്. മന്ത്രിമാരെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പുതിയ പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ ബേക്കലിലെ പരിപാടിയിലും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ 500ഓളം പേരാണ് ഈ മുഖാമുഖം പരിപാടിയിലും പങ്കെടുക്കുന്നത്. ഓക്കെ സരീഷ്, വ്യക്തമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്ക് ഇന്നിപ്പോൾ തുടക്കമാണ്. ഇപ്പോൾ സരീഷ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളടക്കം എല്ലാവരും വലിയ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത് എന്തെങ്കിലും വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യത്തിലാണ്. CM ഇനിയിപ്പോൾ 500 പേരെയൊക്കെ കണ്ട പ്രത്യേക ഒരു മീറ്റിംഗ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിലൊക്കെ വരുന്ന തീരുമാനങ്ങൾ, എന്താണ് പുതിയ പ്രഖ്യാപനങ്ങൾ വല്ലതും ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.